രാജ്യത്തിന് ഭീഷണിയായ ഹിന്ദുത്വ തീവ്രവാദത്തെ ചെറുക്കാൻ ആർക്കാണ് ശേഷിയെന്ന കാര്യത്തിൽ LDFിന്റെയും UDFിന്റെയും അവകാശവാദങ്ങളാണ് പ്രചരണത്തിന്റെ ആദ്യ ദിനങ്ങളിൽ മുഴങ്ങിക്കേട്ടത്. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാണ് മലപ്പുറം ഉപതെരഞ്ഞെടുപ്പെന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവന പിന്നീട് ചർച്ചകളുടെ കേന്ദ്രസ്ഥാനത്ത് വന്നു. കാനം രാജേന്ദ്രനും G സുധാകരനും കോടിയേരിയുടെ നിലപാടിനെ തള്ളിയെങ്കിലും കുറച്ചുകൂടി വ്യക്തതയോടെയും യുക്തിപൂർവ്വവും തന്റെ നിലപാട് കോടിയേരി ആവർത്തിച്ചു. ഞാൻ ആദ്യം മുതലേ പറയുന്നതാണല്ലോ, LDF ഗവൺമെന്റിന്റെ ജനക്ഷേമകമായ പ്രവർത്തനങ്ങളുടെ ഫലമായി LDFിന്റെ ജനപിന്തുണ വർദ്ധിച്ചിരിക്കുന്നു എന്ന് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് തെളിയിക്കും. STPയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണ തേടുക വഴി UDF വർഗീയതയ്ക്ക് വഴിപ്പെട്ടുവെന്ന വിമർശനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടതുപക്ഷം ഉന്നയിച്ചത്. ജിഷ്ണു പ്രണോയുടെ മാതാവ് മഹിജയെ DGP ഓഫീസിന് മുന്നിൽ പോലീസ് വലിച്ചിഴച്ചത് ചർച്ചകളുടെ ഗതി മാറ്റി. UDF നേതാക്കളെല്ലാം ഈ വിഷയമാണിപ്പോൾ സജീവമായി ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്തെത്തിയപ്പോഴും ഇക്കാര്യത്തിൽ സർക്കാരിന്റെ വിശദീകരണം നൽകാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. താൻ വിജയിച്ചാൽ മലപ്പുറത്ത് നല്ല ബീഫ് ലഭ്യമാക്കുമെന്ന് വാഗ്ദാനം ചെയ്ത BJP സ്ഥാനാർത്ഥി N ശ്രീപ്രകാശ് പാർട്ടിയിൽ ഒറ്റപ്പെട്ടതോടെ നിലപാട് തിരുത്തി പിൻവാങ്ങി. കരിപ്പൂർ വിമാനത്താവളം നേരിടുന്ന പ്രതിസന്ധിയും പ്രവാസികളുടെ പ്രശ്നങ്ങളും LDF ഉന്നയിക്കുന്നുണ്ടെങ്കിലും UDFിന്റെ വർഗീയ സഖ്യം, മഹിജയ്ക്കെതിരായ പോലീസ് നടപടി എന്നീ വിഷയങ്ങൾക്കാണ് തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ മേൽക്കൈ. മലപ്പുറത്തു നിന്നും MK ഷുക്കൂർ, മീഡിയ 1.